രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ പരിഭ്രാന്തി വേണ്ടെന്നും ആവശ്യം വേണ്ടുന്ന അസംസ്കൃത എണ്ണ സ്റ്റോക്ക് ഉണ്ടെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുമതിയുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞത്. സൗദി രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടില്ലെന്നും ഇന്ത്യയിലെ ഇറാൻ കോൺസുലേറ്റിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജ്യത്ത് ആവശ്യത്തിന് കരുതൽ എണ്ണശേഖരമുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ഒപ്പം രാജ്യത്തുണ്ടായ ഈ ഊർജ്ജ പ്രതിസന്ധിയും ചർച്ച ചെയ്യുന്നതിനായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലും ഇക്കാര്യം സർക്കാർ ആവർത്തിച്ചു. രാജ്യത്തേക്ക് കൂടുതൽ എണ്ണക്കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും സർക്കാർ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സർവകക്ഷി യോഗത്തിനിടെ എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി. രാജ്യത്തിന്റെ വിദേശ നയം സംബന്ധിച്ച് വിശദമായ ചർച്ച വേണം പ്രസ്താവനകൾക്കപ്പുറം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് മുകുൾ വാസ്നിക് ഈ യോഗത്തിൽ വെച്ച് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്ന സമീപനം, പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ഇടപെടൽ ഈ ചർച്ചയിൽ നടത്തുന്നുണ്ട്, അത് ഇന്ത്യക്ക് നാണക്കേടാണ് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് ശക്തമായ മറുപടിയാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാകിസ്ഥാനെ പോലെ ഒരു ദല്ലാൾ രാഷ്ട്രമാകാൻ ഇന്ത്യക്ക് പറ്റില്ല എന്നും 1981 മുതൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ദല്ലാൾ ജോലി ചെയ്യുന്നുണ്ട് എന്നും ഇത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയമാണ് ആയി വിലയിരുത്തുന്നുണ്ടെങ്കിൽ മുൻപും ഈ പരാജയം ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുമുള്ള പ്രതികരണമാണ് നടത്തിയത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടി എന്നുള്ളത് കൂടുതൽ കപ്പലുകൾ രാജ്യത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഈ കടലിടുക്ക് തുറന്നു കിടക്കുകയാണ്. ഈ സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമോസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാഷ്ട്രങ്ങൾക്ക് അവരുടെ കപ്പലുകൾക്ക് ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകാം എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ, അതായത് മുംബൈയിലെ ഇറാന്റെ കോൺസുലേറ്റ് തന്നെ ഈ ഒരു പ്രസ്താവന പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.